കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു രേണുസുതി ഉണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷൻ പരിപാടി തുടങ്ങിയിരുന്നത്. ഇപ്പോൾ തന്നെ ഉണ്ടെങ്കിൽ 1000 പേരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ രേണുസുതി ഒരു വീഡിയോ ആയിട്ട് രംഗത്ത് വരികയാണ്. തൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ആൾക്കാരുണ്ടെങ്കിൽ അതിൽ നിന്നെടുത്ത് ലീക്ക് ചെയ്യുന്നുണ്ട്. അത് ഒരുപാട് യൂട്യൂബേഴ്സാണ് ഇതിനകത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രം കാണാനുള്ള ഫോട്ടോ മാത്രം അതിനകത്ത് ഇട്ടേക്കുന്നത്. അത് ബാക്കിയുള്ളവർ ഇതേണക്ക് എടുത്ത് ഷെയർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അതിൽ ഇതേണക്ക് ഒരുപാട് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരാണ് ഇതേണക്ക് എടുത്ത് തൻ്റെ ഫോട്ടോ വെളിയിലാക്കുന്നത്. എന്തൊരു നാണം കെട്ട പ്രവൃത്തിയാണ്. അവർക്കെതിരെ കേസ് കൊടുക്കും എന്നുള്ള രീതിയിലായിരുന്നു ഇതേണക്ക് രേണുസുതി പറഞ്ഞിരുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഈ യൂട്യൂബേഴ്സ് തന്നെ അതിനകത്ത് കയറി ഫോട്ടോ ലീക്ക് ചെയ്തതെന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ഇതേണക്കുണ്ടെങ്കിൽ ഇതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്ത വേറെ ആൾക്കാർ തന്നെ ഇതേണക്ക് വേറെ ഏതെങ്കിലും ഒരു ചാനലിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റാ പേജിലോ ഒക്കെ ഇടാനുള്ള വളരെയധികം സാധ്യത കൂടുതലാണ്. എന്നിട്ട് ഇതേണക്ക് യൂട്യൂബേഴ്സെല്ലാം ഇതേണക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതേണക്ക് സബ്സ്ക്രിപ്ഷൻ്റെ കാര്യം ഇതേണക്ക് കേസുമായിട്ടൊക്കെ പോയി കഴിഞ്ഞ് ഇത് വലിയതായ രീതിയിൽ എന്തെങ്കിലും ആവുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. അതുപോലെ തന്നെ ഇനി മാത്രം പറയാൻ വേണ്ടി അങ്ങനെ ഭയങ്കര മോശമുള്ള ഫോട്ടോസ് അതിനകത്ത് ഇട്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള കാര്യമില്ല. ഇപ്പോൾ രേണുസുതി ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നതിന് മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ ഇത് കണക്കുണ്ടെങ്കിൽ രേണുസുതി മരിച്ച ഇത് കണക്ക് കൊല്ലം സുധിയുടെ ഭാര്യയാണ്. അതോടെ തന്നെ ഒരു മക്കളുണ്ട്. അവരെ കഷ്ടപ്പെട്ടാണ് വളർത്തുന്നത്. അവരെ നോക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന അങ്ങനെ ഒരു സിമ്പതി ഉണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇതേ കണക്കുള്ള ഒരു കാര്യം ചെയ്ത ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. ഇനി അങ്ങനെ അതിൽ മോശമായുള്ള ഫോട്ടോസും കാര്യങ്ങളും ഇട്ട് അത് വെളിയിൽ പോയെന്ന് പറഞ്ഞാൽ ഇവർക്കുണ്ടെങ്കിൽ ഭയങ്കര മോശമുള്ള രീതിയിലുള്ള ഇമ്പാക്റ്റാണ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്.